ഹായ് നമസ്കാരം. ഈ കാണുന്നത് ടാറ്റയുടെ 30-ാം തീയതി നടന്ന ഒരു ഡീലർഷിപ്പ് ലോഞ്ചാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് 2 ഡീലർഷിപ്പ് കൊച്ചിയിൽ ഓപ്പണായി. ഒന്ന് ഇടപ്പള്ളിയിലും അത് ലെക്സോൺ ടാറ്റയും, മറ്റൊന്ന് കളമശ്ശേരിയിലും. ഈ കാണുന്ന കളമശ്ശേരിയിലെ ഷോറൂമാണ്. ഗോകുലം ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു ഡീലർഷിപ്പ്. രണ്ടും ഒരു ദിവസം തന്നെ ആയിരുന്നു ഓപ്പണിങ്. നമുക്ക് കിട്ടിയത് കളമശ്ശേരി ഷോറൂമായിരുന്നു. വെച്ചാൽ ഗോകുലം ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഷോറൂം. ടാറ്റയിൽ നിന്നുള്ള ഒരുപാട് ഒഫീഷ്യൽസ്, ഇവരെല്ലാം പല ഒഫീഷ്യൽസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സ്ക്ലൂസീവ് ലോഞ്ചിൽ. അപ്പോൾ കേരളത്തിൽ ആദ്യമായി തുറക്കുന്ന 2 എക്സ്ക്ലൂസീവ് ഷോറൂമാണ് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് ഈ ഒരു ഷോറൂമിന്. പിന്നെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, ഭയങ്കര ഒരു പ്രീമിയം ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു ഷോറൂമിന്. അതുപോലെ ഷോറൂമിന് വേണ്ട ഒരു കൺസെപ്റ്റ് പാറ്റേണിൽ തന്നെയാണ് ഷോറൂം ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഷോറൂമുകൾ ഇനി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഇവിടെ ഓരോരുത്തരും ടാറ്റയുടെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞത്. ഒരു 2 വർഷം ബാക്കിലെടുക്കുകയാണെങ്കിൽ ടാറ്റയുടെ ഷോറൂമുകളുടെ സർവീസ് സെൻ്ററുകളുടെ എണ്ണമല്ല ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഷോറൂമുകളും ഒരുപാട് സർവീസ് സെൻ്ററുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഡേ ബൈ ഡേ. അതൊരു ഹ്യൂജ് എക്സ്പാൻഷനാണ് ടാറ്റ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ നമ്പർ ഓഫ് വെഹിക്കിൾസ്, ഇനി വരാനിരിക്കുന്ന വെഹിക്കിളിൻ്റെ കാര്യത്തിലും അതുപോലെ ഒരു നല്ലൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ തന്നത്. കാരണം ഒരുപാട് വെഹിക്കിൾസ് വരുന്നുണ്ട് അതുപോലെ എനിക്കൊന്ന് ഇന്ത്യൻ ബ്രാൻഡിൽ ഇത്രത്തോളം വെഹിക്കിൾ ഓപ്ഷൻ തരുന്ന മറ്റൊരു ബ്രാൻഡൊന്നുമില്ല. അതുതന്നെയാണ് ടാറ്റ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തുറക്കാനായിട്ട് കാരണമായതെന്നും പറയാം. അപ്പോൾ ഫസ്റ്റ് 2 ഷോറൂം കൊച്ചിയിൽ, ബാക്കിയെല്ലാ ഡിസ്ട്രിക്റ്റിലേക്ക് ഇത് വ്യാപിക്കും. പിന്നെ ഒരു ചെറിയ വെഹിക്കിൾ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഗോകുലത്തിൻ്റെ സൈഡിൽ നിന്ന് നടന്നു. ഗോകുലത്തിൻ്റെ എല്ലാ ചീഫ് ഒഫീഷ്യൽസും, ഗോകുലം ഗോപാലൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഇനി ടാറ്റയുടെ ഒരു പ്ലാനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഷോറൂംസിൻ്റെ എണ്ണം 14 എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞത്. എന്നുവെച്ചാൽ 1200 കസ്റ്റമേഴ്സിനെ ഡെയിലി സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രത്തോളം ഒരു എക്സ്പാൻഷനാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക്ഷോപ്പ് ഒരു 40 എണ്ണത്തിൽ നിന്ന് ഒരു 80 എണ്ണത്തിലേക്കുള്ള ഒരു എക്സ്പാൻഷനാണ് വർക്ക്ഷോപ്പിൻ്റെ കാര്യത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിലവിലൊരു 575 ബേ സർവീസ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതൊരു 1000-ലധികം ബേയിലേക്ക് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വലിയ പ്ലാൻസാണ് ടാറ്റ ഈ ഒരു സമയത്ത് അനൗൺസ് ചെയ്തത്. അതുപോലെ തന്നെ യുടെ കാര്യത്തിൽ ഒരു ഹ്യൂജ് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. അത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഏകദേശം 100 ബേയിൽ നിന്ന് ഒരു 1500 ബേയിലേക്ക്, എന്ന് വെച്ചാൽ 2025 Q2 ആ ഒരു പ്ലാൻ. അത്രത്തോളം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടാണ് ഓരോരോ ആക്ടിവിറ്റീസും ടാറ്റ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഷോറൂമിൻ്റെ എക്സ്പീരിയൻസും അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും എല്ലാം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ത്രൂ ഔട്ട് ഒരു പ്രീമിയം ഫീലിലേക്ക് മാറ്റാനുള്ള പ്ലാൻ തന്നെയാണ് ടാറ്റയുടെ ഇനിയുള്ള ഓരോ ഷോറൂമുകളും വരാനിരിക്കുന്നത്. അപ്പോൾ പുതിയ ടാറ്റയുടെ അപ്ഡേഷനും നമ്മളുടെ ചാനലിൻ്റെ അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.